കേരള പോലീസിലെ മികച്ച കുറ്റാന്വേഷകരിൽ ഒരാളായ തമ്പി എസ് ദുർഗാദത്ത്, റിട്ടയർഡ് IPS. ഇന്നത്തെ നമ്മുടെ അതിഥി അദ്ദേഹമാണ്. നമസ്കാരം സാർ. തിരുവനന്തപുരത്ത് നിരവധി കാലം, ഏതാണ്ട് 25 വർഷത്തോളം തലസ്ഥാനത്ത് ജോലി ചെയ്ത കേരള പോലീസിൽ സേവനമനുഷ്ഠിച്ച ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. IPS, കൺഫേർഡ് IPS കിട്ടി, നിരവധി മെഡലുകൾ അദ്ദേഹത്തിന് കിട്ടി, പ്രമാദമായ പല കേസുകളും അന്വേഷിച്ച ഉദ്യോഗസ്ഥൻ കൂടിയാണ്. ഇന്ന് അദ്ദേഹം ചില അനുഭവങ്ങൾ നമ്മളോടൊപ്പം പങ്കുവെക്കുകയാണ്. സ്വാഗതം സാർ. സാർ, നമ്മൾ ഈ അടുത്ത കാലത്ത് തിരുവനന്തപുരത്ത്, തിരുവനന്തപുരം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, കേരളത്തെ തന്നെ ഞെട്ടിച്ച ഒരു കേസാണ് നമ്മുടെ വെഞ്ഞാറമൂടിൽ നടന്നത്. ഒരു ചെറുപ്പക്കാരൻ, അയാളുടെ അച്ഛൻ്റെ അമ്മ, അതുപോലെ അച്ഛൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യ, സ്വന്തം അനുജൻ, അതുപോലെ തന്നെ കാമുകി, ഇത്രയും പേരെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ സംഭവം കേരള മനസ്സാക്ഷിയെ ഒട്ടൊന്നുമല്ല ഞെട്ടിച്ചത്, നടുക്കിയത്. സാർ, സമാനമായ ഏതെങ്കിലും കേസ് മുമ്പ് നടന്നിട്ടുണ്ടോ, അതോ ഇത് ആദ്യത്തെ കേസാണ്? അങ്ങയുടെ അനുഭവത്തിൽ, അന്വേഷണത്തിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു കേസിനെ കുറിച്ച് അന്വേഷണം നടത്തിയിട്ടുണ്ടോ? അതൊന്ന് വിവരിക്കാം. റാന്നി പോലീസ് സ്റ്റേഷനിൽ ഈ സമാനമായ തരം കേസ് തന്നെ ഉണ്ടായിട്ടുണ്ട്. അത് ഇതിനേക്കാളും ക്രൂരമാണെന്ന് പറയാം. ഇതിനേക്കാളും കൊച്ചു കുട്ടികളെയാണ്, ഒരു 5ഉം 7ഉം വയസ്സുള്ള കുട്ടിയെ അയാളെ കൊച്ചച്ഛൻ, അച്ഛൻ്റെ അനിയൻ കൊലപാതകം ചെയ്ത ഒരു കേസുണ്ട്. അതും ഇത് ഏകദേശം സമാനമായ എല്ലാ കാര്യങ്ങളുമുണ്ട്. അത് സ്വത്ത് തർക്കമാണ് ആ കൊലപാതകത്തിൽ കലാശിച്ചത്. അച്ഛനും സഹോദരൻ തമ്മിലുള്ള, ബ്രദേഴ്സ് തമ്മിലുള്ള, സഹോദരന്മാർ തമ്മിലുള്ള സ്വത്ത് തർക്കം, അത് ചെറിയൊരു വഴക്കിലോട്ടെത്തി. ആ വഴക്കുമായിട്ട് ബന്ധപ്പെട്ടതിന് ശേഷം അച്ഛൻ, ഈ മരിച്ചുപോയ കുട്ടികളുടെ അച്ഛൻ പറഞ്ഞു, അനിയനത്ത് പറഞ്ഞു, എൻ്റെ മക്കളെ വളർന്നു വരുമ്പം ഇതിന് പകരം വീട്ടും എന്ന് പറഞ്ഞു. ആ ഒരു വാക്ക് മാത്രം ഉപയോഗിച്ചു. പക്ഷെ ആ വാക്ക് ഈ കൊലപാതകിയായ ആളുടെ മനസ്സിൽ വളരെ ഭയമുണ്ടാക്കി. ഈ കുട്ടിയെ വളർന്നു വന്നാൽ എന്നെ കൊല്ലുവോ അല്ലെങ്കിൽ എൻ്റെ ബന്ധുക്കളെ കൊല്ലുവോ എന്നൊരു ഭയമുണ്ടാക്കി. അതിൽ ഒരു ദിവസം രാവിലെ ഈ അച്ഛൻ പള്ളിയിൽ പോയിക്കായിരുന്നു, ഈ കുട്ടികളുടെ അച്ഛൻ പള്ളിയിൽ പോയിക്കായിരുന്നു. അപ്പൂപ്പൻ അമ്മൂമ്മയൊക്കെ പള്ളിയിൽ പോയിക്കായിരുന്നു. ആ സമയത്ത് ഈ 2 കൊച്ചു കുട്ടികൾ മാത്രമുണ്ട്, അമ്മയും അകത്തുണ്ടായിരുന്നു. ഇയാൾ നേരെ വീട്ടിൽ കയറി വന്നിട്ട്, അപ്പോൾ ഈ കൊച്ചു കുട്ടി, ആദ്യത്തെ ഏറ്റവും ഇളയ കുട്ടി വെളിയിൽ നിന്ന് മൂത്രം ഒഴിക്കുകയായിരുന്നു. ആ വീട്ടിൻ്റെ വെളിയിൽ ഇരുന്നിട്ട് ആ കുട്ടിയെ പിടിച്ച് നേരെ കഴുത്തങ്ങ് ഇറക്കുകയായിരുന്നു, ചേർത്ത് വെച്ചു. അപ്പോൾ കൊച്ചച്ചാന്ന് വിളിച്ചുകൊണ്ടാണ് കുട്ടി അടുത്ത് ചെന്നത്. അപ്പം ആ കൈത്തങ്ങ് പിടിച്ച് ശരീരത്തോട് ചേർത്ത് വെച്ചിട്ട് കത്തിയിട്ട് കൈത്തങ്ങ് ഇറക്കുകയായിരുന്നു. അപ്പോൾ തന്നെ കുട്ടി വീണു. പിന്നെ അതിനുശേഷം നേരെ ശ്രദ്ധിക്കാൻ പോലും ആ കുട്ടിക്ക് പറ്റിയില്ല. അതിന് മുമ്പേ കുട്ടി മരണപ്പെട്ടു കഴിഞ്ഞു. നേരെ അകത്തോട്ട് കയറിയപ്പം അടുത്ത കുട്ടി ആ വീട്ടിൻ്റെ അകത്ത് നിൽപ്പുണ്ടായിരുന്നു. അവിടെ ചെന്ന് ആ കുട്ടിയും പിടിച്ചു. കുട്ടിയും ഈ അനിയൻ മരിക്കുന്ന അറിയുന്നില്ല. ആ കുട്ടി ഓടി വന്ന് കൊച്ചച്ചാന്ന് വിളിച്ചിട്ട് വന്നു. അപ്പോൾ ആ കുട്ടിയെ പിടിച്ച് നേരെ ശരീരത്തോട് ചേർത്ത് വെച്ചിട്ട് കൈത്തൊക്കെ കത്തിയിട്ടൊക്കെ കുറിച്ചു വന്നു. 2 കുട്ടികൾ ഇത് കണ്ട അമ്മ കണ്ടു ഓടി. അമ്മ വിളിച്ച് ബഹളമുണ്ടാക്കി വിളിച്ചു വന്ന് നോക്കിയപ്പോൾ 2 പിള്ളേരും കൈത്തക്കം മുറിഞ്ഞ് ഏകദേശം ഒരു 3/4 ഭാഗം കൈത്തക്കം മുറിഞ്ഞങ്ങ് പോയി. കാരണം ഒന്നാമത് ഈ റബ്ബർ വെട്ടുന്ന കത്തിയാണ് ഉപയോഗിക്കുന്നത്, അത്രയും ഷാർപ്പായിട്ടുള്ള കത്തിയാണത്. അപ്പം ഈ കുട്ടി അമ്മ കടന്ന് പിടിച്ച് ബഹളമുണ്ടാക്കിയപ്പോൾ ഇയാൾ പതുക്കെ പുറത്തിറങ്ങി വരാതിരുന്നു. അവിടെ തന്നെ കുറേ വരാതിരുന്നു. അപ്പം പിടിച്ച് ബഹളം ഉണ്ടാക്കിയപ്പോൾ ആൾക്കാരൊക്കെ ഓടി വന്നു. ഇയാൾ പതുക്കെ അവിടെ നിന്ന് എണീറ്റ് നേരെ തൊട്ടപ്പുറത്തുള്ള റബ്ബർ എസ്റ്റേറ്റ് ഉണ്ട്, ഇവരുടെ തന്നെ ഒരു റബ്ബർ എസ്റ്റേറ്റ് ഉണ്ട്. റബ്ബർ എസ്റ്റേറ്റ് എന്നാൽ കുറച്ച് റബ്ബർ നടന്ന സ്ഥലമുണ്ട്. ആ ഭാഗത്തേക്കൊക്കെ പോയി. പിന്നെ അപ്പോൾ ഉടനെ എന്നെ പോലീസിന് ഇൻഫോം ചെയ്തു. പോലീസ് എനിക്കും ഇൻഫർമേഷൻ, ഞാൻ തിരുവല്ല DYSP ആയിരുന്നു, അത് റാന്നി പോലീസ് സ്റ്റേഷൻ ഡിവിറ്റായിരുന്നു. റാന്നി CI ഇൻഫോം ചെയ്തു. റാന്നി CI എന്നെ വിളിച്ച് പറഞ്ഞു ഞാൻ തിരുവല്ലയിനെ ഇമ്മീഡിയറ്റായിട്ട്, കാരണം ഈ സീൻ ഓഫ് ക്രൈം അതേപോലെ പ്രൊട്ടക്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കേസ് വിട്ടുപോകും. കാരണം സയൻറ്റിഫിക് എവിഡൻസ് കിട്ടാനുള്ള ആൾക്കാർ കയറി, ഇപ്പോൾ ഒരു മരണം ഈ രീതിയിലുള്ള കൊലപാതകമാകുമ്പോൾ ആൾക്കാർ കയറി ഈ വീടിനകത്ത് കയറി വരികയും ഈ ഡെഡ് ബോഡി കാണാനുള്ള ആകാംക്ഷ കൊണ്ട് വരികയും പ്രതിയെ അന്വേഷിക്കുകയൊക്കെ ചെയ്യും ആൾക്കാർ. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോൾ പിന്നെ ഈ എവിഡൻസ് നഷ്ടമാണ്. പിന്നെ കാരണം ഇതെല്ലാം ആൾക്കാർ വീഡിയോ എടുക്കും. ഈ ആൾക്കാർ കയറുന്നതും വരുന്നതും പോകുന്നതും ഒക്കെ, കുട്ടി വലിച്ചു കിടക്കുന്നതൊക്കെ ആൾക്കാർ വീഡിയോ എടുക്കും. ഈ വീഡിയോ ഒക്കെ കോടതിയിൽ പ്രതിഭാഗത്തിന് തെളിവായിട്ട് വരും. കാര്യം സയൻറ്റിഫിക് എവിഡൻസ് നമ്മൾ അവിടെ നിന്ന് കളക്ട് ചെയ്തു എന്ന്, സീൻ ഓഫ് ക്രൈമിൽ കളക്ട് ചെയ്തു എന്ന് പറയും ആ സീൻ ഓഫ് ക്രൈം കംപ്ലീറ്റ് പല ആൾക്കാർ കയറി ഇറങ്ങിയ സീൻ ഓഫ് ക്രൈമാണ്. അപ്പോൾ അതിന് കിട്ടുന്ന എവിഡൻസ് എന്ത് എവിഡൻസ് എന്ന് ചോദിക്കും കോടതി. അത് കോടതിക്ക് സംശയത്തിൻ്റെ ആനുകൂല്യം
സ്വാഭാവികമായിട്ടുണ്ടാകും. അതുകൊണ്ട് നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്തത് ആ സീൻ ഓഫ് ക്രൈമൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്തു. അപ്പോൾ ഒന്ന് തൽക്കാലം സീൻ ഓഫ് ക്രൈമിൽ ഒന്നും ചെയ്യേണ്ട, നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്താൽ ആരാണ് കയറാൻ സമ്മതിക്കേണ്ട രീതി പറഞ്ഞു. ഞാനിവിടെ എത്തി. ഉമേഷാണ് അന്നത്തെ സർക്കിൾ ഇൻസ്പെക്ടർ. ഉമേഷ് ഇവിടെ എത്തി. ഞാൻ ഉമേഷും കൂടെ ആ ഭാഗം തിരക്കിയപ്പം ഇയാൾ കുറച്ച് മാറി ഭാഗത്ത് നിൽപ്പുണ്ടായിരുന്നു. ഇയാളപ്പം തന്നെ അവിടുന്ന് പിക്കപ്പ് ചെയ്ത് നേരെ ഈ പ്രകടനം സ്വാഭാവികമായിട്ടും ഇയാൾ ആൾക്കാരടിക്കും, അല്ലെങ്കിൽ പോലീസുകാർ തന്നെ അടി കൊടുക്കും. കാര്യം രണ്ട് കൊച്ചു കുട്ടികളെയാണ്, വളരെ തീരെ കൊച്ചു കുട്ടികൾ, നല്ല കാണാൻ നല്ല ഭംഗിയുള്ള കുട്ടികളായിരുന്നു. അവരൊക്കെ ആൺകുട്ടികളായിരുന്നു, രണ്ട് ആൺകുട്ടികളായിരുന്നു. അപ്പോൾ ഇതാകെ ഒരു ആൾക്കാർക്കൊക്കെ ആകെ ഭയങ്കര വയലൻ്റായിട്ട് നിൽക്കുകയാണ്. പോലീസുകാരും വയലൻ്റാണ്. അപ്പം ഞാൻ ഈ വിവരം അപ്പം തന്നെ അന്നത്തെ ADGP ആയിരുന്ന ഹേമേന്ദ്ര സാറിനെ അറിയിച്ചു. സാർ ഇങ്ങനെ ഒരു മരണമുണ്ടായി, പ്രതി നമ്മളെ കിട്ടിയിട്ടുണ്ട്, രണ്ട് കൊച്ചു കുട്ടികളാണ് മരണപ്പെട്ടത്. അപ്പോൾ ഹേമേന്ദ്ര സാർ പറഞ്ഞ് തമ്പീരെ വണ്ടിയിൽ തന്നെ ഇയാളെ കയറ്റി നേരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോവുക, പോലീസ് സ്റ്റേഷനിൽ ലോക്കപ്പിൻ്റെ അകത്ത് ഇടുക, പൂട്ടി താക്കോലെടുത്ത് തമ്പി എന്നെ കൈവശം വെച്ചാൽ മതി. നമുക്ക് ഇവിടുത്തെ ഈ സീൻ ഓഫ് ക്രൈമിലെ ഇൻസ്പെക്ഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കി ആലോചിക്കാമെന്ന് പറഞ്ഞു. കാര്യം ആൾക്കാർ പോലീസുകാർ അടിക്കുമെന്ന് പേടിയാണ്. കാര്യം അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് പോലീസിൻ്റെ നേരെ തിരിയും. അത് ഈ നടന്ന കൊലപാതകമൊന്നും ആൾക്കാർ പരിഗണിക്കപ്പെടില്ല. അപ്പോൾ ഉടനെ തന്നെ ഞാൻ എൻ്റെ വണ്ടി തന്നെ കയറ്റി വേറെ കൊണ്ടുവന്ന് ഈ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. പോലീസ് സ്റ്റേഷനിനകത്ത് കൊണ്ടുപോയി ലോക്കപ്പിൻ്റെ അകത്ത് പൂട്ടി താക്കോലെടുത്ത്, ഞാനപ്പം രാവിലെ ചായയും കാപ്പിയൊന്നും കുടിച്ചില്ലായിരുന്നു. അപ്പോൾ ഞാനവിടെ പോലീസ് സ്റ്റേഷനിൽ ചായ വരുത്താൻ പറഞ്ഞ് അവിടെ ഇരിക്കുകയായിരുന്നു. അപ്പം പോലീസുകാരെ പറയുമ്പോൾ സാറേ ഇയാൾ വൊമിറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു ഈ ആൾ. അപ്പോൾ ഞാൻ പറഞ്ഞ ടെൻഷനൊക്കെ കൊണ്ടൊക്കെ ആയിരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നാലും ഞാൻ അവിടെ ലോക്കപ്പിൽ നോക്കിയപ്പോൾ ഇയാൾ വൊമിറ്റ് ചെയ്യുന്നുണ്ട്. അകത്ത് ചെറിയൊരു ബാത്റൂം പോലെ ഉണ്ടായിരുന്നു ലോക്കപ്പിൻ്റെ അകത്ത്. അപ്പോൾ ഞാൻ ഇയാളെ അടുത്ത് വിളിച്ചപ്പോൾ ഇയാൾ അടുത്ത് വന്നു തന്നെ ഇയാളെ ഈ കുരുടാനെന്നുള്ള ഒരു പോയിസൻ്റെ മണം വരുന്നുണ്ട്. അപ്പോൾ ഞാൻ മനസ്സിലായി ഇയാൾക്ക് എന്തോ പോയിസൺ ഉപയോഗിച്ചെന്ന് ചോദിച്ചു. സാർ ഞാൻ കുരുട ഉപയോഗിച്ചെന്ന് പറഞ്ഞു. അപ്പം ആ സമയത്ത് നമ്മൾ ഇയാളെ ലോക്കപ്പിന് പതുക്കെ പുറത്തിറക്കി തൊട്ടടുത്തുള്ള റാന്നി താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് ഇയാളെ കൊണ്ടുപോയി. അവിടെ പരിശോധിച്ചപ്പോൾ അവർ പറഞ്ഞു ഇത് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാര്യം ഇത് കുരുടാൻ കഴിച്ചിട്ട് കുറച്ച് നേരമായി, ഏകദേശം ഒരു 1.25 മണിക്കൂറോളമായി. അതുകൊണ്ട് ബ്ലഡിലൊക്കെ വന്ന് കാണും. അത് ഇമ്മീഡിയറ്റ് ആയിട്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാളെ ഓർമ്മയും പതുക്കെ അത് നഷ്ടപ്പെട്ടു തുടങ്ങി. ഇവിടെ നിന്ന് നമ്മൾ ADGP മാത്രം അവിടുത്തെ കോട്ടയം SP അടുത്ത് പറയുകയും അവിടുത്തെ മെഡിക്കൽ അറേഞ്ച്മെൻറ്റൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടുന്ന് വേറെയാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അവിടെ വെച്ച് ഇയാളെ വയറൊക്കെ കഴുകി ട്രീറ്റ്മെൻറ്റൊക്കെ നടത്തി നമ്മൾ അഡ്മിറ്റ് ചെയ്ത് പോലീസിനെ ഗാർഡ് ഇട്ടതിന് ശേഷം തിരിച്ച് നമ്മൾ ഈ സീൻ ഓഫ് ക്രൈമിലോട്ട് വന്നു. സീൻ ഓഫ് ക്രൈമിൽ വന്ന സമയത്ത് നമുക്ക് ഈ കുത്താൻ ഉപയോഗിച്ച കത്തി നമ്മുടെ ഭാഗ്യത്തിന് ആ സീൻ ഓഫ് ക്രൈമിൻ്റെ തൊട്ടടുത്ത് തന്നെ കിടപ്പുണ്ടായിരുന്നു. ആദ്യത്തെ കുട്ടിയെ കൈത്തറുത്ത് കൊന്ന ആ ഒരു ഭാഗമുണ്ട്, ആ ഭാഗത്ത് തന്നെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് ആ സീൻ ഓഫ് ഫോറൻസിക് സയൻസ് ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു, ഫോറൻസിക് മെഡിസിൻ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു. അവരൊക്കെ ഫോറൻസിക് സയൻസ് ഉദ്യോഗസ്ഥന്മാർ ആ കത്തി ലിഫ്റ്റിംഗ് എന്നൊക്കെ പറയുന്നത് കുറച്ച് പാടുള്ള കാര്യമാണ്. കാര്യം നമ്മൾ ഈ സിനിമയിലെ കാണുന്ന പോലെ കർച്ചീഫൊക്കെ എടുത്ത് കത്തിയൊക്കെ എടുത്ത് ഇങ്ങനെ കാണിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട് സിനിമയിലേക്കാണ്. അങ്ങനെ കർച്ചീഫ് എടുത്ത് നമ്മൾ കത്തിയിലെ പിടിയിൽ പിടിച്ചാലും അല്ല ബ്ലേഡിൽ പിടിച്ചാലും ശരി തന്നെ അതിൻ്റെ ഫൈബർ അതിലോട്ടൊക്കെ എക്സ്ചേഞ്ച് ചെയ്യും, നമ്മളെ കർച്ചീഫിൻ്റെ ഫൈബർ. അപ്പോൾ നമുക്ക് പിന്നെ കൺഫ്യൂഷനായി പോകും. ഇത് കാരണം ഫോറൻസിക് സയൻസ് റിപ്പോർട്ട് തരുന്നത് ഇന്ന ടൈപ്പ് ഓഫ് ഫൈബേഴ്സ് അതിനകത്ത് ഉണ്ടായിരുന്നു എന്ന് പറയും. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടായിത്തീരും. അതുകൊണ്ട് നമ്മളത് ഫോറൻസിക് ഉദ്യോഗസ്ഥന്മാരെ വിട്ട് അതിനെ ലിഫ്റ്റ് ചെയ്ത്, കൂടാതെ മുടി കിട്ടി, ഈ പറഞ്ഞ പോലെ ഈ ചെറിയൊരു പിടിവലിവരും ഉണ്ടായി മുടി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ സയൻറ്റിഫിക് എവിഡൻസിലും നമുക്ക് കിട്ടിയിരുന്നു. ഇതെല്ലാം വെച്ച് നമ്മൾ കോടതിയിൽ നമ്മൾ ചാർജ് ഷീറ്റ്, ഉമേഷാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ, ഉമേഷ് ചാർജ് ഷീറ്റ് കൊടുത്തു. കോടതി അത് പരിഗണിച്ചതിന് ശേഷം അയാളെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു. റാന്നി പത്തനംതിട്ട ജില്ലാ കോടതി അയാളെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു. അയാൾ ഹൈക്കോടതിയിൽ അപ്പീൽ പോയി. ഹൈക്കോടതി അപ്പീൽ പരിഗണിച്ചിട്ട് അയാളെ ആ തൂക്കിക്കൊല്ലുക എന്നുള്ള ആ ഭാഗം മാറ്റിയിട്ട് അദ്ദേഹത്തിന് ജീവപര്യന്തം ശിക്ഷിക്കും വിധിച്ചു. ആള് ജയിലിലായി. ഇപ്പം ജയിലിലാണ് ആൾ. ഇവിടെ തിരുവനന്തപുരത്താണോ? അല്ല, ആള് അപ്പോൾ ഈ കുട്ടികളുടെ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ അവസ്ഥ പിന്നീട് വരുമല്ലോ. ആ അമ്മ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആണ് ഈ കൊലപാതകം നടക്കുന്നത്. അപ്പോൾ കുറേ നാൾ അമ്മയ്ക്ക് ഷോക്കായിരുന്നു. ഒരു ആകെ പ്രശ്നം പോലെ സ്വന്തം മകനാണ്, കൊച്ചുകുട്ടി, കാണാൻ നല്ല ഭംഗിയുള്ള കുട്ടികളാണ്. ആ കുട്ടികളെ കൊല്ലുക എന്നൊക്കെ പറയാം, സ്വന്തം അമ്മയുടെ മുമ്പ് വെച്ച് കൈത്തറത്ത് കൊല്ലുക എന്നൊക്കെ പറയുന്നത് അത് സ്വത്ത് തർക്കത്തിനില്ല, സ്വത്ത് തർക്കമൊന്നുമില്ല. അത് വലിയ സ്വത്തുള്ള ആൾക്കാരൊന്നും ഒരു ചെറിയൊരു വാക്ക് എൻ്റെ മക്കൾ വളർന്ന് വലുതായി വരുമ്പോൾ
പ്രതികാരം പ്രതികാരം ചെയ്യും ചെയ്യും. എന്ന് പറഞ്ഞ അതിനെ പിടിച്ചിത് ചെയ്യാൻ മാത്രം അങ്ങനെ അത്രയും മാനസികമായി പ്രശ്നമുള്ള ഒരാളാണോ ഈ കുറ്റവാളി? ഇല്ല, ഇയാൾക്ക് വേറെ മാനസിക രോഗിയൊന്നും അല്ല. ഇയാൾ മദ്യപിക്കുന്ന കൂട്ടത്തിലുള്ള ആളാണ്. അപ്പോൾ എനിക്കോട് ആള് മദ്യം ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് ഈ മനസ്സിനകത്തൊരു ഒരു ഒരു വെപ്രാളവും ഒരു പേടിയൊക്കെ തോന്നി കാണും. ഒരു പക്ഷെ അതായിരിക്കും ഈ ക്രൂര ഒരു കുഞ്ഞു മുതിർന്ന ആൾക്കാരാണ് വന്നെങ്കിൽ നമുക്കത് പിന്നെയും നമുക്ക് പറയാം. ഇത് ഒന്നും പ്രിവെന്റ് ചെയ്യാൻ ഒരു ആരോഗ്യവുമില്ല, പ്രിവെന്റ് ചെയ്യാനുള്ള കഴിവുമില്ലാത്ത കൊച്ചുകുട്ടികളാണ്. വളരെ ഒരു സംശയവുമില്ലാതെ കൊച്ചാന്ന് വിളിച്ച സ്നേഹത്തോടെ വരുന്ന കുട്ടികൾ. എന്നാലും വളരെ ദാരുണമായ ഒരു സംഭവം. നമ്മുടെ ഇപ്പോൾ ഈ വെഞ്ഞാറമൂട് നടന്നത് ഒരു വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. ഇപ്പോഴും അതിൻ്റെ അലയൊലികൾ അടങ്ങിയിട്ടില്ല. പുതിയ പുതിയ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് ഇങ്ങനെ പണ്ട് ഏതെങ്കിലും അത്തരത്തിലൊരു സംഭവം നടന്നിട്ടുണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കാൻ ശ്രമിച്ചത്. എന്തായാലും വളരെ നന്ദി സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.